രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു വല്ലാത്ത ക്ഷീണം. തല ഇറക്കോ? ആ ഇങ്ങനെ തല ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു എന്താണെന്ന് പറയാൻ പറ്റുന്നതൊരു നാക്കൊക്കെ ഒരുമാതിരി ഇരിക്കുന്നു. ഒരു എന്തോ ഒന്നും ചായ കുടിക്കാൻ പോലും വയറ് ഓർക്കാനും പോലെ തോന്നിച്ചത്. അല്ല കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ തുടങ്ങി നാക്കിനൊരു മരവ്. പിന്നെ ഈ കാലിനൊക്കെ ഭാരം കൂടുന്നു എടുത്ത് വയ്ക്കാൻ. പറഞ്ഞൂടെ അത് പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ? ഓ തൊട്ടതിനും വെച്ചതിനും ഒക്കെ ആശുപത്രി പോകണം തുടങ്ങിയാൽ അതിനേ കാലമുള്ളൂ. വയസ്സായി വരുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ മക്കളെ. ഇനി അല്ല എന്നാലും നമുക്ക് അവിടെ പോയെന്ന് എല്ലാവർക്കും നോക്കാമല്ലോ. കാരണം ഈ പറഞ്ഞ കണക്ക് നമുക്ക് എന്തിൻ്റെങ്കിലും ലക്ഷണമൊക്കെ ആയിരിക്കും ഇത്. ഇപ്പൊ 5-6 മാസമായില്ലേ ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട്. ഷുഗറും പ്രഷറൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. കണ്ണിനെന്തോ ഒരു വല്ലാത്ത ഒരു അമ്മ അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് ആശുപത്രി പോവാം. ആശുപത്രി പോയി കഴിയുമ്പോൾ അവരവിടെ നോക്കാം. അവർ നമുക്ക് ഇവിടെ ഇരുന്ന് ഓരോന്ന് ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നൊക്കെ നല്ലതല്ലേ? അവർ ടെസ്റ്റ് ചെയ്തിട്ട് ഓരോന്ന് ഈ വർഷം നമ്മളെല്ലാം ബോഡി ചെക്കപ്പ് ഒക്കെ നടത്തണമെന്നാണ് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞൂടല്ലോ. ഇതൊക്കെ ഓരോന്നിന്റെ ലക്ഷണങ്ങളായിരിക്കും അല്ലേ? അപ്പൊ അത് നമ്മൾ നോക്കാം. നമുക്ക് എന്താ അമ്മ ഒരു കാര്യം ചെയ്യും, ഇനിയിപ്പോ നമുക്ക് ആശുപത്രിയിലേക്ക് പോവാം. അത് കഴിഞ്ഞ് കൊണ്ടുവന്നാക്കിട്ട് ഞാൻ പോവാം. ഞാനും കൂടെ വരാം. ഓ നീ വരണ്ട, നീയും കൂടെ വന്നാൽ ഒക്കത്തില്ല. നീ ഇവിടെ നില്ല. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണ്ടേ? ചെറുക്കനെ ഒന്ന് വിളിക്കണം. എന്തിന്? അല്ല അവനും കൂടെ വരട്ടെ. അല്ലെങ്കിൽ പിന്നെ അവൻ അത് മതി പരാതിക്ക്. അതല്ല അവനെ വിളിച്ചില്ലെന്നുള്ള പരാതിയാ അവന്. എന്നെ എന്തുകൊണ്ട് അറിയിച്ചില്ല എന്ന് പറയും. പിന്നെ ചെക്കപ്പിന് പോണ അമ്മാവന് വേണോ? എന്നാലും അവൻ കൂടെ വരട്ടെ. എനിക്ക് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരുന്ന ചായ കുടിച്ചാ പഞ്ചാര ഇട്ടാ അതില്? വേണ്ടേ പഞ്ചസാര വേണ്ട. എനിക്ക് തൊട്ടപ്പോ ഇനി പഞ്ചസാര ചായ എടുത്തിട്ട് വരാം. അല്ല ഇനിയിപ്പോ ചായ എടുക്കണ്ട. ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറണ്ടേ? മതിയാ? ഓ എന്നാ നടക്കാൻ പറ്റുമോ? അങ്ങോട്ട് നടക്കണം.